PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയിട്ടുള്ള ക്ലാസ്സിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരത് കണ്ടിട്ട് വരണം. ഇതെന്റെ സെക്കൻഡ് പാർട്ടാണ്, കണ്ടിന്യൂഷൻ ആണ്. ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇതിന് മറ്റൊരു പേരാണ് മുദ്ലിയാർ കമ്മീഷൻ, 1951-52 അല്ലെ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ആദ്യത്തെ 5 റെക്കമെൻഡേഷൻ ഓർമ്മയുണ്ടോ? ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഗേൾസ് എഡ്യൂക്കേഷൻ, പിന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ. ഈ 5 നമ്മൾ പറഞ്ഞത്. അടുത്ത റെക്കമെൻഡേഷൻ ഏതാണെന്ന് നോക്കാം. സ്റ്റഡി ഓഫ് ലാംഗ്വേജസ്. ഇവർ ലാംഗ്വേജസിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? 5 ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ്, 5 ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ്. അത് ഏതൊക്കെ 5 ലാംഗ്വേജസ്? ഒന്നാമത്തേത് മദർ ടങ്. മദർ ടങ് നമ്മൾ ഏത് ഭാഷയാണ്? ഇപ്പം കേരളത്തിലാണെങ്കിൽ നമ്മുടെ മദർ ടങ് മലയാളമാണ്, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴാണ്. അപ്പം മദർ ടങ് ഒരു ലാംഗ്വേജ് ആയിട്ട്. പിന്നെ അവർ പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് വെൻ ഇറ്റ് ഇസ് നോട്ട് മദർ ടങ്. റീജിയണൽ ലാംഗ്വേജ് മദർ ടങ് അല്ല എന്നുണ്ടെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് പഠിക്കണം. അതായത് ഇപ്പോൾ നമ്മളുടെ മദർ ടങ് മലയാളമാണ്, പക്ഷേ ഇവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ഇപ്പോൾ മലയാളം അല്ലെന്ന് കരുതുക. കേരളത്തിലുള്ള റീജിയണൽ ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മദർ ടങ്ങിന്റെ കൂടെ തന്നെ റീജിയണൽ ലാംഗ്വേജും കൂടെ പഠിക്കണം. അപ്പോൾ 2 ആയില്ലേ. ഇനി മൂന്നാമത്തേത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സെൻട്രൽ ഓർ ഫെഡറൽ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫെഡറൽ ലാംഗ്വേജ് ഹിന്ദി. മൂന്നാമത്തേത്. അടുത്തത് ക്ലാസിക്കൽ ലാംഗ്വേജസ് സച്ചസ് സാൻസ്ക്രിത്, അറബിക്, പേർഷ്യൻ, ലാറ്റിൻ എക്സെട്ര. ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ലാംഗ്വേജസ്, സാൻസ്ക്രിത്തോ അറബിക്കോ പേർഷ്യനോ ലാറ്റിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് വേണമെന്ന്. അഞ്ചാമത്തത് ഇംഗ്ലീഷ്. ഇറ്റ് വുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇന്റർനാഷണൽ ലാംഗ്വേജ്. ഇപ്പോൾ 5 ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജസിനെ പറ്റിയിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ പറയുന്നുണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള. ഈ 5 ലാംഗ്വേജസ് ഏതൊക്കെയാണ്? 1 മദർ ടങ്, 2 റീജിയണൽ ലാംഗ്വേജ്. മദർ ടങ് റീജിയണൽ ലാംഗ്വേജും ഡിഫറെൻ്റ് ആണെങ്കിലാണ് റീജിയണൽ ലാംഗ്വേജ് രണ്ടാമത്തേത് സെപ്പറേറ്റ് എടുക്കുന്നത്. മൂന്നാമത്തേത് ഒഫീഷ്യൽ ലാംഗ്വേജ്. നാലാമത്തേത് ക്ലാസിക്കൽ ലാംഗ്വേജ്. ഇനി ക്ലാസിക്കൽ ലാംഗ്വേജ് സച്ച് സാൻസ്ക്രിറ്റ്, അറബിക്, ലാറ്റിൻ, പേർഷ്യൻ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ്. ആൻഡ് 5th വൺ ഇംഗ്ലീഷ്, ബിക്കോസ് അത് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഇനി ഇവർ പറയാണ്, സപ്പോസ് നമ്മൾ പറഞ്ഞു റീജിയണൽ ലാംഗ്വേജും മദർ ടങ്ങും സെയിം ആണെങ്കിൽ, ഓക്കെ, നമ്മുടെ മദർ ടങ്ങും നമ്മുടെ റീജിയണൽ ലാംഗ്വേജും സെയിം ആണെങ്കിൽ, ആ പ്രദേശത്തെ ഭാഷയും അവരുടെ മാതൃഭാഷയും സെയിം ആണെങ്കിൽ, അപ്പോൾ അവിടെ 2 വരുന്നില്ലല്ലോ. മദർ ടങ് റീജിയണൽ ലാംഗ്വേജും 2 വരില്ല. അപ്പോൾ എത്രയാകും? അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ മദർ ടങ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ഒരു ലാംഗ്വേജ്, പിന്നെ വന്നിട്ട് സെൻട്രലിലെ ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് രണ്ടാമത്തത്, പിന്നെ വന്നിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് മൂന്നാമത്തത്, ഇംഗ്ലീഷ് നാലാമത്തെ. അപ്പം 4 ലാംഗ്വേജ് ആകും. അപ്പം 5 എന്നുള്ളത് 4 ആകും. ഏത് കേസിലാണ്? മദർ ടങ്ങും റീജിയണൽ ലാംഗ്വേജും ഒന്നാണെങ്കിൽ. ഇനി പറയുന്നത് റീജിയണൽ ലാംഗ്വേജും മദർ ടങ്ങും. ഓക്കെ, ഈ മദർ ടങ് റീജിയണൽ ലാംഗ്വേജും സെയിം ആണെങ്കിൽ 4 പറഞ്ഞു. ഇനി റീജിയണൽ ലാംഗ്വേജിൽ മദർ ടങ് റീജിയണൽ ലാംഗ്വേജും പിന്നെ യൂണിയന്റെ ലാംഗ്വേജും സെയിം ആണെന്ന് കരുതുക. അതായത് ഇപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവരുടെ മാതൃഭാഷയും ഹിന്ദിയാണ്, ആ റീജിയണൽ ലാംഗ്വേജും ഹിന്ദിയാണ്, നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജും ഹിന്ദിയാണ്. അപ്പോൾ അവിടെ അവർക്ക് ഈ മദർ ടങ്, റീജിയണൽ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് 3 കൂടെ ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ. അപ്പോൾ 1, പിന്നെ ക്ലാസിക്കൽ ലാംഗ്വേജ്, പിന്നെ ഇന്റർനാഷണൽ ലാംഗ്വേജ്. അപ്പോൾ അവർക്ക് 3 ലാംഗ്വേജസ് ആകും. ഞാൻ പറയണമെങ്കിൽ മനസ്സിലാവുണ്ടോ? അതായത് ഈ കമ്മീഷൻ പറഞ്ഞ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം എത്ര ഭാഷ പഠിക്കണം എന്ന് ചോദിച്ചാൽ 5 ഭാഷ ഇവർ പറയണേ. 1 മദർ ടങ്. ഇപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പം കേരളത്തിൽ ജീവിക്കുന്നവരുണ്ട്, പക്ഷെ അവരുടെ മാതൃഭാഷ ഇപ്പം തുളു ആണെന്ന് കരുതുക. അപ്പോൾ തുളു അവരുടെ മദർ ടങ്, അവർ ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ, ആ ഭാഷ തുളു. പിന്നെ ഈ കേരളത്തിലെ ഭാഷ മലയാളം ആണെങ്കിൽ മലയാളം വന്നു, രണ്ടാമത്തെ മലയാളം വന്നു. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. പിന്നെ മൂന്നാമത്തെ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി വന്നു. നാലാമത്തെ ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ലാംഗ്വേജിലേക്ക് സാൻസ്ക്രിത്തോ അറബിക്കോ പേർഷ്യനോ ലാറ്റിനോ ഏതെങ്കിലും വന്നു. 5ാമത്തത് ഇംഗ്ലീഷ്. 5 ലാംഗ്വേജ് ആയി. ഇനി ഇപ്പം നമ്മുടെ കേരളീയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയും നമ്മുടെ റീജിയണൽ ലാംഗ്വേജും മലയാളം തന്നെയാണ്. അപ്പം നമുക്ക് 5 ലാംഗ്വേജ് ഇല്ല. റീജിയണൽ ലാംഗ്വേജ് മലയാളം, അത് 2 1. റീജിയണൽ ലാംഗ്വേജും മദർ ടങ് 1. പിന്നെ ഹിന്ദി എന്ന് പറഞ്ഞാൽ 2ാമത് പഠിക്കുക. പിന്നെ മൂന്നാമത്തത് ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ്. 4ാമത്തത് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ്. 4 ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നോർത്തിലൊക്കെ ചെന്നാൽ അവരുടെ മദർ ടങ്ങും അവർ റീജിയണൽ ലാംഗ്വേജും അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി 3ഉം 1. അപ്പോൾ അവിടെ 1 ഉള്ളൂ. ഒറ്റ എണ്ണമാണ് ഇതെല്ലാത്തും കൂടെ അവർ പഠിക്കുന്നത്. പിന്നെ 2ാമത് വന്നിട്ട് അവർ ക്ലാസിക്കൽ ലാംഗ്വേജ് ഏതെങ്കിലും പറഞ്ഞാൽ സാൻസ്ക്രിത്, അറബിക്, ലാറ്റിൻ അല്ലെങ്കിൽ പേർഷ്യൻ, പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ്. അപ്പോൾ 3 ആയി. മനസ്സിലായില്ലേ? അപ്പോൾ 5 ലാംഗ്വേജ് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും റീജിയണൽ ലാംഗ്വേജും മദർ ടങ്ങും സെയിം ഉള്ളിടത്ത് 4 റീജിയണൽ ലാംഗ്വേജ് മദർ ടങ്ങും ഒഫീഷ്യൽ ലാംഗ്വേജും സെയിം ആണെങ്കിലും 3 ഭാഷയാണ് പഠിക്കേണ്ടത്. ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി മദർ ടങ് ഓർ റീജിയണൽ ലാംഗ്വേജ്. ഇനി ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ മസ്റ്റായിട്ട് മദർ ടങ്ങിൽ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അത് കേരളത്തിലെ കുട്ടികൾക്ക് മലയാളത്തിൽ തന്നെ പഠിപ്പിക്കുക, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ങിൽ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ്.
ഇനി ഹിന്ദി കമ്പൽസറി ആണ്, ബിക്കോസ് നമ്മുടെ സെൻട്രൽ ലാംഗ്വേജ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ മാതൃഭാഷ അല്ലെങ്കിൽ നമ്മുടെ റീജിയൻ ലാംഗ്വേജ് വേണം, ഹിന്ദി വേണം, ഇംഗ്ലീഷ് സെക്കൻഡറി ലാംഗ്വേജ് ആയിട്ട്, ബിക്കോസ് ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഡ്യൂ ടു ഇന്റർനാഷണൽ ലാംഗ്വേജ്. അപ്പോൾ ഏതായാലും ഈ 3 ഭാഷ വേണം അല്ലെ? ഏതൊക്കെ വേണം? നമ്മുടെ മാതൃഭാഷ അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഹിന്ദി അറിഞ്ഞിരിക്കണം. അതാണ് ചുരുക്കത്തിൽ ഈ കമ്മീഷൻ പറഞ്ഞു വെച്ചത്. ഇനി അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് സെക്കൻഡറി കരിക്കുലം. ഇവരുടെ കരിക്കുലത്തിന്റെ സെക്കൻഡറി സ്കൂൾ കരിക്കുലത്തിന്റെ ഓർഗനൈസേഷനെ പറ്റി എന്താ പറഞ്ഞു നോക്കാം. ഓർഗനൈസേഷൻ ഓഫ് സെക്കൻഡറി സ്കൂൾ കരിക്കുലം ഇതിൽ പറയുന്നത് 1 ലാംഗ്വേജസ്, 2 സോഷ്യൽ സ്റ്റഡീസ്, 3 ജനറൽ സയൻസ്, 4 മാത്തമാറ്റിക്സ്, 5 ആർട്ട് ആൻഡ് മ്യൂസിക്, 6 ക്രാഫ്റ്റ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഇവര് സെക്കൻഡറി സ്കൂൾ കരിക്കുലത്തിന്റെ ഓർഗനൈസേഷനെ പറ്റി കമ്മീഷൻ പറയുന്നുണ്ട്. സ്കൂൾ കരിക്കുലം എങ്ങനെയായിരിക്കുന്നത്, കരിക്കുലത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. ലാംഗ്വേജസ് വേണം, മസ്റ്റ് ആയിട്ടും ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെ, ഹിന്ദി സംസ്കൃതം പോലെ ലാംഗ്വേജസ് എന്താണെന്ന് വേണം. സോഷ്യൽ സ്റ്റഡീസ് വേണം, ജനറൽ സയൻസ് വേണം, സയൻസും സോഷ്യലും വേണം, ലാംഗ്വേജ് വേണം, മാത്സ് വേണം, പിന്നെ ആർട്ട് ആൻഡ് മ്യൂസിക്, ക്രാഫ്റ്റ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഏതൊക്കെയാണ് അവർ പറഞ്ഞ സെക്കൻഡറി സ്കൂൾ കരിക്കുലത്തിൽ ലാംഗ്വേജസ്, സ്കൂൾ കരിക്കുലത്തിൽ ഏതൊക്കെയാണ് ആ ഓർഗനൈസേഷൻ അവർ പറയുന്നത്. 1 ലാംഗ്വേജസ് ആണ്, 2ാമത്തത് ഏതാണ്, സോഷ്യൽ സയൻസ്, 3ാമത്തത് ജനറൽ സയൻസ്, 4ാമത്തത് മാത്സ്, 5ാമത്തെ ആർട്ട് ആൻഡ് മ്യൂസിക്, 6ാമത്തത് ക്രാഫ്റ്റ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഈ കരിക്കുലം 2 രീതിയിലാണ് അവർ പറയുന്നത്. 2 ടൈപ്സ് കരിക്കുലം ഇറ്റ് വുഡ് ബി 2 ടൈപ്സ് ആണ്, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി തലത്തിലും. 2 ടൈപ്സ് കരിക്കുലം ആണ് അറ്റ് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി, ആൻഡ് ഡൈവേഴ്സിഫൈഡ് കോഴ്സസ് പ്രൊവൈഡഡ് ഫോർ ദി സ്റ്റുഡൻസ്. അപ്പൊ 2 രീതിയിലാണ്, 2 ടൈപ്സ് കരിക്കുലാണ് പറയുന്നത് ഇവർക്ക് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും. എന്നിട്ട് ഡൈവേഴ്സിഫൈഡ് കോഴ്സസ് കൊടുക്കണം, ഒരുപാട് കോഴ്സസിന്, വൈവിധ്യങ്ങളായിരുന്ന കോഴ്സസിന് ഇവർ കൊടുക്കുകയാണ് കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വാസ് ദ കോർ കരിക്കുലം കോമൺ ഫോർ ഓൾ സ്റ്റുഡൻസ്. അപ്പൊ 2 രീതിയിലാന്ന് പറഞ്ഞു. ഒന്ന് കോർ കരിക്കുലാണ്, എല്ലാവർക്കും കോമൺ ആയിരിക്കും, ഇത്രയും എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, ഇറ്റ്സ് എ കോമൺ കരിക്കുലം ഫോർ ഓൾ സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് ദ സബ്ജക്ട്സ് സച്ച് എസ് ലാംഗ്വേജ്, ജനറൽ സയൻസ്, നമ്മൾ ഈ പറഞ്ഞുണ്ടല്ലോ, ലാംഗ്വേജ്, ജനറൽ സയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, ആർട്ട് ആൻഡ് മ്യൂസിക്, ക്രാഫ്റ്റ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇതൊരു കോർ സബ്ജക്റ്റ് ആയിട്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ, പിന്നെ അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്, അതായത് കോർക്കട്ടത്തിന്റെ കൂടെ തന്നെ അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് ചാൻസ് കൊടുക്കുകയാണ്. സബ്ജക്ട് അറ്റ് ദ ഹയർ സ്റ്റേറ്റ് ഔട്ട് ഓഫ് ദീസ് 7, ഇവിടെ 7 ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിൽ നിന്ന് അവർക്ക് 3 എണ്ണം ചൂസ് ചെയ്യാന്ന്. ഇനി 3 സബ്ജക്ട് ഔട്ട് ഓഫ് 7, ഈ 7ൽ 3 എണ്ണം അവർക്ക് ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ കരിക്കുലത്തിൽ ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയണേ, എല്ലാവരും കോമൺ ആയിട്ടൊരു കോർ കരിക്കുലം ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ലാംഗ്വേജ്, സയൻസ്, സോഷ്യൽ, മാത്സ്, ആർട്ട് ആൻഡ് മ്യൂസിക്, ക്രാഫ്റ്റ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇത് കൂടാണ്ട് ഒരു 7 ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇതിൽ 3 എണ്ണം അവർക്ക് പഠിക്കാം, അത് അവർക്ക് ചൂസ് ചെയ്യാം. ഏതൊക്കെയാണ് ആ 7 ഓപ്ഷൻ? ഒന്നാമത്തെ ഹ്യൂമാനിറ്റീസ്. ഇപ്പം ഹ്യൂമാനിറ്റീസ് ഇഷ്ടമുള്ള ഹ്യൂമാനിറ്റീസ് പഠിക്കാം. നിങ്ങൾക്ക് അറിയാം ഹ്യൂമാനിറ്റീസിൽ എന്തൊക്കെയാണ് വരുന്നത്, ഹിസ്റ്ററി, ലോജിക്കൊക്കെ അതിനകത്ത് വരുന്നു. പിന്നെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ വരുന്ന ഒരു ഓപ്ഷൻ. പിന്നെ ടെക്നിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അപ്ലൈഡ് സയൻസ്, അപ്ലൈഡ് മാത്സ്, ജിയോമെട്രി, ഡ്രോയിങ്, എലമെന്റ്സ് ഓഫ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. പിന്നെ കൊമേഴ്ഷ്യൽ ഗ്രൂപ്പ്, കൊമേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ബുക്ക് കീപ്പിംഗ്, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ജിയോഗ്രഫി, ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ വന്നിട്ട് കൊമേഴ്ഷ്യൽ ഗ്രൂപ്പിന്. പിന്നെ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ, ആനിമൽ ഹസ്ബൻഡറി, ഗാർഡനിങ്, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, കെമിസ്ട്രി ആൻഡ് ബോട്ടണി. പിന്നെ ഫൈൻ ആർട്സ്, ഹിസ്റ്ററി, ആർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മ്യൂസിക്, പെയിന്റിംഗ്, ഡാൻസിങ്. പിന്നെ ഹോം സയൻസ്, അതായത് ഹോം എക്കണോമിക്സ്, ന്യൂട്രീഷൻ, കുക്കറി, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഉള്ളിലെല്ലാം പഠിക്കേണ്ട ജസ്റ്റ് ആ 7 ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? ഹ്യൂമാനിറ്റീസ് നമ്മുടെ ഇപ്പം +1 ഉള്ളത് ഏതൊക്കെയാണ്? ഹ്യൂമാനിറ്റീസ് ഉണ്ട്, സയൻസ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ കൊമേഴ്സ് ഉണ്ട്, അത് 3 ഇവിടെ ഉണ്ട്. പിന്നെ 4ാമത്തെ ടെക്നിക്കൽ ഗ്രൂപ്പ്, നമ്മുടെ VHSC ഉണ്ടല്ലോ ടെക്നിക്കൽ ഗ്രൂപ്പ്. പിന്നെ 5ാമത്തെ അഗ്രികൾച്ചർ, 6ാമത്തെ ഫൈൻ ആർട്സ്, പിന്നെ ലാസ്റ്റ് ഹോം സയൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 പറഞ്ഞിട്ടുള്ളത്? സയൻസ്, നമ്മുടെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ടെക്നിക്കൽ ഗ്രൂപ്പ് 4ാമത്തത്. പിന്നെ വന്നിട്ട് അഗ്രികൾച്ചർ 5, ഹോം സയൻസ് വരുന്നുണ്ട് അല്ലേ, ഹോം സയൻസ് 6, പിന്നെ ഫൈൻ ആർട്സ്, ഹിസ്റ്ററിയാണ് 7 വരുന്നത്. സ്റ്റുഡൻസ് ക്യാൻ ഓപ്റ്റ് ഫോർ 1 more additional subject from the above. അപ്പോൾ ഈ കോർ കൂടാണ്ട് ഇവർക്ക് ഇതിൽ നിന്ന് ഒരു അഡീഷണൽ സബ്ജക്റ്റും കൂടെ ഓപ്റ്റ് ചെയ്യാം. ഇനി 3 ലാംഗ്വേജ് ഈ 7ൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാം. സ്റ്റുഡൻസ് ക്യാൻ ഓപ്റ്റ് ഫോർ 1 more additional subject from the above എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവർക്ക് സെലക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം 2 രീതിയിലാണ്, ഒന്നൊരു കോർ കരിക്കുലം ഉണ്ട്, പിന്നെ ഈ 7 എണ്ണത്തിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റുഡൻസ് ക്യാൻ ചൂസ് ഫോർ 1 more additional subject from the above എന്നാണ് ഈ ലിസ്റ്റിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ കോർ കരിക്കുലം എല്ലാവരും പഠിക്കണം, പിന്നെ ഈ 7 എണ്ണത്തിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇതാണ് ഇവർ ഓർഗനൈസേഷൻ ഓഫ് സെക്കൻഡറി സ്കൂൾ കരിക്കുലത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ അടുത്ത റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നീഡ് ഫോർ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് മെത്തേഡ്സ്.
നിങ്ങൾ ടൈറ്റിൽ പഠിച്ചാൽ മതി, അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നീഡ് ഫോർ ക്വാളിഫൈഡ് ടീച്ചേഴ്സ്. എന്താണ്? ക്വാളിഫൈഡ് ടീച്ചേഴ്സ് വേണം, നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആയിരിക്കണം വേണ്ടത്. അതുപോലെ ഇംപ്രൂവ്ഡ് മെത്തേഡ്സും വേണം. അപ്പോൾ പ്രൊഫഷണൽ ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുക്കണം, എന്നാലേ നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിന് കിട്ടും. അപ്പോൾ പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് തന്നെ അവർ പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ടീച്ചിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് 3 രീതിയിൽ, അതായത് പ്രൈമറി ലെവൽ, ബേസിക് ലെവലിലുള്ള ടീച്ചേഴ്സിന് ട്രെയിനിങ്, സെക്കൻഡറി ലെവലിന് കൊടുക്കണം, ഗ്രാജുവേറ്റ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണമെന്ന്. അപ്പോൾ എന്താ പറയുന്നത്? നല്ല പ്രൊഫഷണൽ ടീച്ചേഴ്സ് ആയിരിക്കണം പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കണവർക്ക്. അത് പ്രൈമറി ലെവലിലും സെക്കൻഡറി ലെവലിലും ഗ്രാജുവേറ്റ് ലെവലിലും. ഓക്കെ. പിന്നെ പറയുന്നത് പ്രോപ്പർ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സിന് പ്രോപ്പർ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൊടുക്കുക. അപ്പോൾ പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ക്വാളിഫൈഡ് ടീച്ചേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും പ്രൈമറി ലെവലിലും സെക്കൻഡറി ലെവലിലും ഗ്രാജുവേറ്റ് ലെവലിലും പോകണം. പിന്നെ ടീച്ചേഴ്സിന് എന്ത് വേണം? അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൊടുക്കണം. ട്രെയിനിങ് ഫോർ ദ ഇൻ സർവീസ് ടീച്ചേഴ്സ്, ട്രെയിനിങ് ഓഫ് ടീച്ചർ ഇൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പ്രോപ്പർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ടീച്ചിങ് സച്ച് എസ് പെഡഗോജി, ടെക്നിക്സ്, മെത്തേഡ്സ് എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചേഴ്സിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനാണെങ്കിലും ട്രെയിനിങ് കൊടുക്കണം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ടീച്ചിങ്ങിന്. പെഡഗോഗി എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കണം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഷെഡ്യൂൾ വെക്കേഷൻസ് ആണ് അടുത്ത റെക്കമെൻഡേഷൻ. വർക്കിംഗ് അവേഴ്സിനെ പറ്റിയിട്ടും ഷെഡ്യൂൾ വെക്കേഷൻസിനെ പറ്റിയും പറയുന്നുണ്ട്. വർക്കിംഗ് അവേഴ്സ് ഇവർ പറയുന്നത് ലെസ് ദാൻ 200 ഡേയ്സ്, 200 ദിവസത്തിൽ മിനിമം 200 ദിവസത്തെ വർക്കിംഗ് വേണം എന്ന് പറയുന്നുണ്ട്. ഡേയ്സ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 200 ഡേയ്സ്. 200 ദിവസത്തിൽ കുറയാൻ പാടില്ല. മിനിമം 200 ദിവസത്തെ വർക്കിംഗ് ഡേയ്സ് വേണം. അതുപോലെ 6 ദിവസം, ഒരാഴ്ചയിൽ 6 ദിവസം, 6 ഡേയ്സ് ഓഫ് ടീച്ചിങ് വീക്ക്. പിന്നെ ടോട്ടൽ 35 hours ഇൻ എ വീക്ക്, ഒരാഴ്ചയിൽ 35 മണിക്കൂർ. ഒരാഴ്ചയിൽ 35 മണിക്കൂർ, 6 ഡേയ്സ് ഓഫ് ടീച്ചിങ് വീക്ക്, അല്ലെങ്കിൽ 200 ഡേയ്സിൽ കുറയാത്ത ടീച്ചിങ് കൊടുക്കണം. അതാണ് അവർ പറയുന്ന ആ ഒരു വർക്കിംഗ് അവേഴ്സ് പറയുന്നത്. ആൻഡ് പീരീഡ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 45 മിനിറ്റ്സ്. ഒരു പീരീഡ് അറ്റ്ലീസ്റ്റ് 45 മിനിറ്റ് വേണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്പേഴ്സ് ഒന്ന് ഓർത്താൽ മതി. അതായത് ഒരാഴ്ചയിൽ 35 മണിക്കൂർ, 6 വർക്കിംഗ് ഡേയ്സ്, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു പീരീഡ് 45 മിനിറ്റ്, മൊത്തം 200 ദിവസത്തിൽ കുറയാൻ പാടില്ല. അങ്ങനെയാണ് അവരുടെ വർക്കിംഗ് അവേഴ്സിന് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഷെഡ്യൂൾഡ് വെക്കേഷനെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ 1 ഹാഫ് ഡേ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടി, കുട്ടികൾക്കും ടീച്ചേഴ്സിനും കൂടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഡേ വേണമെന്ന് പറയുന്നുണ്ട്. ഒരു ഹാഫ് ഡേ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വിടുക. 2 months സമ്മർ വെക്കേഷൻ വേണം. പിന്നെ ഇൻ ബിറ്റ്വീൻ ആവശ്യമുള്ള ബ്രേക്കും ടീച്ചേഴ്സിന് കൊടുക്കണം എന്നാണ് വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഷെഡ്യൂൾ വെക്കേഷനിൽ ഈ ഒരു കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് പറഞ്ഞത്. ഇനി സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് സ്കൂൾസ് ലാസ്റ്റത്തെയാണ്. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് സ്കൂൾസിൽ ഇൻസ്പെക്ടർ പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തുമല്ലോ, അതിനെപ്പറ്റി ഇവർ പറയുന്നുണ്ട്. സൂപ്പർവിഷനൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയുള്ള ആളുകളാണ്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് HM, ഹൈസ്കൂളിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹെഡ് മാസ്റ്റേഴ്സ്, ക്വാളിഫൈഡ് സ്റ്റാഫ് ഓഫ് ട്രെയിനിങ് കോളേജിലെ ക്വാളിഫൈഡ് സ്റ്റാഫ്, ഇവർക്കൊക്കെ പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്താം. ആ ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടീസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള വർക്ക് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ എന്ന് പറഞ്ഞാൽ ആനുവൽ റെക്കോർഡ് ചെക്ക് ചെയ്യുക, ഓഫീസ് റുട്ടീൻ നോക്കുക, അക്കൗണ്ട്സ് ഒക്കെ നോക്കുക. പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ടർ പോയിട്ട് നോക്കണം. അതായത് ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഉണ്ടാവും. അപ്പോൾ ഇൻസ്പെക്ടർ ആയിരിക്കണം ആ പാനലിന്റെ ചെയർമാൻ. എന്നിട്ട് ഇവർ ഒരു 3 സീനിയേഴ്സിനെ മോണിറ്റർ ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് അവർ 3 വർഷത്തിൽ ഒരിക്കലും ഇവർ പോയിട്ട്, അതായത് ഒരു പാനലുണ്ട്, ഒരു ചെയർമാൻ ഉണ്ട്. ആ ചെയർമാനാണ് ഇൻസ്പെക്ടർ. പിന്നെ ഇവരുടെ കൂടെ നല്ല സീനിയർ ആയിട്ടുള്ള 3 പേരുണ്ടായിരിക്കും. അപ്പം 3 വർഷത്തിലൊരിക്കൽ ഇവർ പോയിട്ട് റാൻഡമായിട്ട് എന്ത് ചെക്ക് ചെയ്യണം? അക്കാഡമിക്സ് ഒക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ഇൻസ്പെക്ടർ 2-3 ദിവസം സ്റ്റാഫിൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ലൈബ്രറി, ലാബ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഹോളിഡേ യൂസ് ചെയ്യണം, എങ്ങനെ മറ്റ് പ്രോബ്ലംസ് എല്ലാം അനലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് സ്കൂൾസിൽ ഇൻസ്പെക്ടറുടെ ടീമുണ്ട്. അവർ പോയിട്ട് സ്കൂളിൽ പോയിട്ട് എന്താ പറയുക, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അക്കാഡമിക്സ് കാര്യങ്ങൾ നോക്കണം, അവർക്ക് വേണ്ട സജഷൻസ് പറഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് ഒക്കെ ചെക്ക് ചെയ്യുക. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള HMs, ഹൈസ്കൂൾ HMs, അല്ലെങ്കിൽ ട്രെയിനിങ് കോളേജിലെ ക്വാളിഫൈഡ് സ്റ്റാഫ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡേഷൻസ്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഗേൾസ് എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ ഇൻ സെക്കൻഡറി സ്കൂൾസ്, പിന്നെ മെത്തേഡ് ഓഫ് ടീച്ചിങ്, പിന്നെ നമ്മൾ ഇന്ന് കണ്ടത് 5 ഏതൊക്കെയാണ്? പിന്നെ സ്റ്റഡി ഓഫ് ലാംഗ്വേജസ്, ഓർഗനൈസേഷൻ ഓഫ് സെക്കൻഡറി സ്കൂൾ കരിക്കുലം, then need for qualified teachers and improved methods, working hours and scheduled vacations, supervision and inspection of schools. ഇങ്ങനെ 10 എണ്ണമാണ്, 10 റെക്കമെൻഡേഷൻസ് ആണ് മുതലിയാർ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ
മറ്റേ മുന്നേ പറഞ്ഞ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ ഒന്ന് റിവൈസ് ചെയ്യണം. അത് ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്യണം. കാരണം നമ്മളോടൊരു റെക്കമെൻഡേഷൻ തന്നിട്ട് ഇത് ഏത് കമ്മീഷനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ പ്രീവിയസുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഒന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മെയിൻലി കമ്മീഷൻ, അതിൻ്റെ ചെയർമാൻ ആരാണ്, അതിൻ്റെ ഇയർ എന്താണ്, അവർ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഹെഡിങ് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പം ഈ ടോപ്പിക്ക് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. ഓക്കെ, PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്ലാസ് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.